സഖാക്കളെ, സുഹൃത്തുക്കളെ, റവന്യൂ റിക്കവറി ഭേദഗതി നിയമം സർക്കാർ ഉണ്ടാക്കുകയാണ്. നികുതി വസൂലാക്കൽ നിയമം എന്ന നിലയ്ക്ക് 8-ാം തീയതിയോടെ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ബാങ്കുകളുടെ കമ്മീഷൻ പറ്റിക്കൊണ്ടുള്ള സർക്കാരിന്റെ റവന്യൂ റിക്കവറി നടപടികൾ നിർത്തലാക്കുക എന്ന നിലയ്ക്ക് നമ്മൾ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. അതിന്റെ ഭാഗമായി സർക്കാർ അത് നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ വളരെ തിരക്ക് പിടിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരികയാണ്. 20 ലക്ഷം രൂപ വരെയുള്ള വായ്പ ജപ്തി നടപടികൾ സ്റ്റേ ചെയ്യാനുള്ള അധികാരം സർക്കാരിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിലൂടെ അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനു മുമ്പ് സർക്കാർ ജപ്തി നടപടികൾ തടഞ്ഞു വെച്ചപ്പോൾ ബാങ്കുകൾ തന്നെ ഹൈക്കോടതിയിൽ പോയി സർക്കാരിന് അത്തരം ഒരു അധികാരമില്ല എന്ന് സ്ഥാപിച്ചെടുത്തതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായതിന്റെ ഭാഗമായാണ് നിയമം ഉണ്ടാക്കുന്നത് എന്നാണ് വ്യാഖ്യാനം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹകരണ വകുപ്പ് ഭരിക്കുന്ന ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം തന്നെ ഇത്തരം നിയമം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ ചെലവിലാകുകയും ചെയ്യും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജപ്തി തടയൽ നിയമം വരുന്നു എന്നൊരു പ്രത്യാശ ഉണ്ടാകുകയും ചെയ്യും. കേരളത്തിലെമ്പാടും ഇന്ന് ജപ്തിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ തണുപ്പിക്കാനും ഇല്ലാതാക്കാനും ഈ നിയമം ഉപകാരപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ സർപ്പാസി നിയമവും ഡെപ്റ്റ് റിക്കവറി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള DRTയും CJM കോടതികളും ARCകളും ആർബിട്രേഷൻ നിയമ നടപടികളും അതേപോലെ തുടരുകയും ചെയ്യും. അപ്പൊ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഉയരുന്ന ഇത്തരം ശബ്ദങ്ങൾ ഇല്ലാതാക്കിയാണ് ഉദ്ദേശം എന്ന് നമ്മൾ തിരിച്ചറിവോടെയാണ് നമ്മൾ ഈ നിവേദനം ഇന്നലെ നിയമസഭയിൽ സമർപ്പിക്കാൻ ചെന്നത്. നിയമസഭ നേരത്തെ സമാപിച്ചുകൊണ്ട് നമുക്ക് ഇത് അവതരിപ്പിച്ച റവന്യൂ വകുപ്പ് മന്ത്രിയെ, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ, പ്രതിപക്ഷ നേതാവിനെ, SC/ST മിനിസ്റ്ററുടെ ഓഫീസിലെ, അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ എല്ലാം വളരെ കൃത്യമായി ധരിപ്പിക്കാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ MP KK രാഗേഷിനെയാണ് നമ്മൾ ഈ നിവേദനം സമർപ്പിച്ചത്. അപ്പൊ ആ നിവേദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥലത്തില്ലാതിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ തന്നെ ഏകപാർപ്പിട ജപ്തി നിരോധന നിയമം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. സാമ്പത്തിക ഞെരുക്കം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്കാവാതെ. തീർച്ചയായിട്ടും അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉന്നയിച്ച വിഷയം റവന്യൂ റിക്കവറി നിയമത്തിലെ 71-ാം വകുപ്പ് എന്ന് പറയുന്നത് പൊതു താൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കുടിശ്ശിക വന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിന് അപേക്ഷ നൽകുമ്പോൾ അത് പിടിച്ചു കൊടുക്കാനുള്ള അധികാരമാണ്. 5% മുതൽ 7.5% വരെ കമ്മീഷൻ പറ്റിക്കൊണ്ടാണ് സർക്കാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് പൊതു താൽപര്യാർത്ഥം പിടിച്ചു കൊടുക്കുന്നത്. എന്താണ് പൊതു താൽപര്യം? ഏറ്റവും ദരിദ്രരായ ജനങ്ങളെ കിടപ്പാടത്തിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നിയമം ഉപയോഗിക്കുന്നത് എങ്ങനെ പൊതു താൽപര്യമാകും? ഇവിടെ പൊതു താൽപര്യം എന്ന് പറയുന്നത് ഈ ദരിദ്രരായ ജനങ്ങളെ കിടപ്പാടത്തിൽ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ തിരിച്ചടക്കാനാവാത്ത കടങ്ങൾ എഴുതിത്തള്ളുന്നൊരു സമീപനമാണ്. അതാണ് നമ്മൾ ഈ നിവേദനത്തോടെ സമർപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏതാണ്ട് 85% കിട്ടാക്കടം വരുത്തിയിട്ടുള്ളത് ഏറ്റവും സമ്പന്നരായ കോർപ്പറേറ്റുകളാണ്. അവരുടെ കടങ്ങൾ 15 ലക്ഷം കോടി രൂപ എഴുതി തള്ളിക്കൊണ്ടൊരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതേസമയം ഇവിടെ ആകട്ടെ ഒരു നിസാര തുക പോലും ഇളവ് ചെയ്തു കൊടുക്കാൻ അനുവദിക്കാതെ സഹകരണ സംഘങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ന് ഓരോ ദിവസവും ആളുകളെ അവരുടെ 3 സെന്റ് 5 സെന്റ് എന്തിനു പറയുന്നു 1.5 സെന്റ് കോളനിയിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോളനി എന്നുള്ള പദം നീക്കുന്നുകൊണ്ട് മാത്രമായില്ല, അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സമീപനം വേണം. അവരുടെ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യപ്പെടാതിരിക്കാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിന്റെ സമീപനവും ആവശ്യമായിട്ടുള്ളതാണ്. കാരണം കോവിഡ്, പ്രളയം, നോട്ട് നിരോധനം, GST, തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ മനഃപൂർവ്വമല്ലാതെയാണ് ഈ പണം തിരിച്ചടക്കാനാവാത്തത്. മാത്രമല്ല, ഈ കടം വാങ്ങുന്ന ജനങ്ങള് യഥാർത്ഥത്തിൽ ഗാർഹിക വായ്പകളാണ് വാങ്ങുന്നത്. ഒരിക്കലും ഉൽപാദനക്ഷമമായിട്ടുള്ള വായ്പകൾ അവർക്ക് നൽകുന്നില്ല. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും മരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വിവാഹത്തിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള വായ്പകളാണ് അവർക്ക് നൽകപ്പെടുന്നത്.
ഈ ഗാർഹിക വായ്പകൾ അളവറ്റ ധനം കുമിഞ്ഞുകൂടിയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ പലിശയ്ക്ക് കൊടുത്ത് തടിച്ചു വീർക്കുകയാണ്. ഈ ഗാർഹിക വായ്പ തിരിച്ചടക്കാൻ വേണ്ടി തങ്ങളുടെ അധ്വാനം, ജീവിതം മുഴുവനും തങ്ങളുടെ അധ്വാന ബലം മുഴുവൻ തിരിച്ചടച്ചുകൊണ്ടിരിക്കും. ജീവിക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾ. അപ്പൊ ഇത്തരം വായ്പകളല്ല, ഉൽപാദനക്ഷമമായ വായ്പകൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം, സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് അവരെ പിടിച്ച് ഉയർത്താൻ കഴിയുന്ന തരത്തില് അവർക്ക് വ്യവസായത്തില്, വാണിജ്യത്തില്, കച്ചവടത്തില്, അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മുടക്കാനുള്ള ധനം നൽകുക എന്നുള്ളതാണ്. അതിനുള്ള ബദൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എല്ലാത്തരം ബാങ്കിംഗ് സ്ഥാപനങ്ങളും ഇത്തരം വിഭാഗങ്ങൾക്ക് കൊടുക്കണമെന്നൊരു സമീപനം സ്വീകരിച്ചുകൊണ്ടൊക്കെയാണ് ഇത് പരിഹരിക്കാനാവുക. മറിച്ച് പഴയ വട്ടിപ്പലിശക്കാരെ പോലെ തന്നെ പണമുള്ളവര്, ഏറ്റവും നിർധനരായ മനുഷ്യർക്ക്, ഒരു വായ്പ കിട്ടാക്കനിയായ മനുഷ്യർക്ക് ഇത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടല്ല. ഇപ്പൊ സമൂഹത്തില് ഇന്ന് ജപ്തി നേരിടുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളാണ് തിരിച്ചറിഞ്ഞുകൊണ്ടും ഇപ്പോഴും മൈക്രോ ഫൈനാൻസ് പോലുള്ള സംവിധാനങ്ങളുടെ 4, 5, 10 ലക്ഷം രൂപ കടത്തിലാണ് ഓരോ വീടുകളും സംഘർഷഭരിതമായിരിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിനും, അതുപോലെ തന്നെ സർഫാസി നിയമത്തിന്റെ, അത് കേന്ദ്ര നിയമമാകുമ്പോൾ പോലും കേരളത്തിൽ അതിന്റെ പ്രഹരശേഷി കുറക്കുന്നതിന് അടക്കമുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടൊരു ജനാധിപത്യപരമായ കാഴ്ചപ്പാടാണ് സർക്കാരിനുണ്ടാകേണ്ടത്. സർക്കാരിന് അതിനുള്ള ബാധ്യതയുമുണ്ട്. കാരണം 1% വരുന്ന സമ്പന്നര് 75% വരുന്ന സമ്പത്ത് കൈയടക്കി വെച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. ഈ ദരിദ്രരായ മനുഷ്യരെ അവസ്ഥയിലാകുന്നതിന് ഈ ചൂഷക വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭൂരഹിതരായിട്ടുള്ള ദരിദ്രരായ ജനവിഭാഗങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാനോ അവരെ കിടപ്പാടങ്ങളിൽ തന്നെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു സമീപനം നമുക്ക് ആവശ്യമാണ്. അത് വളരെ കൃത്യമായി നമുക്ക് അവരെ ധരിപ്പിക്കാനായിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മളുടെ സമരങ്ങള് വളരെ കൃത്യമായി അവിടെ നിയമസാമാജികരുടെയും മന്ത്രിമാരുടെയൊക്കെ മനസ്സിൽ തട്ടി നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. മാത്യു കുഴൽനാഥനെ പോലുള്ള ആളുകൾ നമ്മളെ സമീപിച്ചുകൊണ്ട് താൻ ഇതിൽ വലിയ താല്പര്യമുണ്ടെന്നും താൻ എന്തെങ്കിലും ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ തന്നെ അറിയിക്കണം, താൻ വരാൻ സന്നദ്ധമാണെന്നെല്ലാം അറിയിക്കേണ്ടായി. അപ്പോ ഇങ്ങനെ നിരവധി ആളുകൾ ഈ വിഷയത്തെ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഓരോ പ്രവർത്തകർക്കുണ്ടാണ്. നമ്മൾ വിഷയങ്ങൾ പഠിക്കണം, നമ്മൾ ഒരു പ്രദേശത്ത് നേതൃത്വമായി വികസിക്കണം. നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും സന്നദ്ധമാകണം. നമ്മൾ ഏതെങ്കിലും കടത്തിൽപ്പെട്ട മനുഷ്യരെന്ന നിലയ്ക്ക് അതിന്റെ ഭയപ്പാട്, ഭീതിയും ദുരഭിമാനവും വെച്ചുകൊണ്ടല്ല ഇതിനെ നേരിടേണ്ടത്. നമ്മളുടെ ഒരു അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘടനയെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ട് വരിക, സംഘടന ഉന്നയിക്കുന്ന കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓരോ വ്യക്തിയുടെയും പ്രശ്നം പരിഹരിച്ചുകൊണ്ടല്ല, അങ്ങനെ മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല. ലക്ഷക്കണക്കിന് വരുന്ന ഓരോ ജപ്തിയും പോയി തടഞ്ഞുകൊണ്ടല്ല ഈ വിഷയം പരിഹരിക്കുന്നത്. അതിന്റെ കാരണമായി നിൽക്കുന്ന കാര്യങ്ങളെക്കെതിരായിട്ട് നമ്മൾ ഒന്നിച്ച് ഒത്തൊരുമയോടെ ഐക്യത്തോടെ നിന്ന് ആ വിഷയം അധികാരികളുടെ മുന്നിൽ വളരെ കൃത്യമായി ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് അതിനെ എത്തിക്കുക എന്നുള്ളതിന്റെ വിഷയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.